പെഹൽഗാമിലെ ആദ്യത്തെ ദിവസമാണ്. കൊടും തണുപ്പാണ്. ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയ തണുപ്പാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ തണുപ്പുണ്ട്. ശരിക്കും സീസൺ അല്ലാത്തിട്ട് പോലും ഈ തണുപ്പുണ്ടെങ്കിൽ സീസണിൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് പോയി. ഏതായാലും ഈ തണുപ്പിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങി വളരെ സുന്ദരമായ ദൃശ്യം. ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ്, കാരണം ഉള്ളിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. വളരെ സുന്ദരമായ ദൃശ്യം. ഏതാ മല എന്നറിയാം. ഈ മലകൾ പറഞ്ഞാൽ നമ്മുടെ കൈലാസം പോലെ തോന്നിക്കുന്ന മല. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഞാൻ പ്രമോദ് മാഷും ഷിയാബ് മാഷും കൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു ചായ കിട്ടണം. നല്ലൊരു ചായ, രാവിലത്തെ ചായ. നമ്മുടെ കേരളീയൻ്റെ ഒരു പ്രകൃതിയാണല്ലോ. അങ്ങനെ ഞങ്ങളത് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ ഒരു ഫോട്ടോ എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. അങ്ങനെ നല്ല ഒരു ദൃശ്യങ്ങൾ. എന്താ പ്രഭാതത്തിന്റെ ദൃശ്യം എന്ന് വെച്ചാൽ ഒരു കുട്ടി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ വിഷയം. എന്നാലും ഞങ്ങൾ കിട്ടിയ സമയം എന്ത് ചെയ്യുക, നന്നായി എൻജോയ് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പൊ കണ്ട ഈ ദൃശ്യങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ പോയി. അങ്ങനെ പോകുന്നതിനിടയിൽ ഞങ്ങൾ ആ കുരിശിന്റെ ഭാഗത്ത് എത്തി. അതിന്റെ താഴെയുടെ അരുവി പോകുന്നത് കേട്ടോ. അരുവി കാണുമ്പോൾ ഞങ്ങൾ അരുവി വളരെ ഭംഗി, ഇങ്ങനത്തെ ഒരു ഭംഗി നമ്മൾ കേരളത്തിലൊന്നും ഇല്ല എന്ന് എന്റെ അഭിപ്രായം. അങ്ങത്രയും ഭംഗിയുള്ള കല്ലുകൾ. എന്താ, ഞങ്ങൾ ഹോട്ടലെത്തി. ഒരു ചെറിയ ഹോട്ടൽ കണ്ടു. നല്ലൊരു ചായ. ആ സമയത്തെ ചായ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ള ചായയാണ് അവിടെ. അത്രയും തണുപ്പ് കയറ്റാൻ നിർബന്ധമായ ചായ വേണം. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ അരുവിയിലേക്കാണ് ഇറങ്ങിയത്. കാരണം രാവിലെ ഒന്ന് മുതലാക്കാൻ വേണ്ടി അരുവിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ അരുവിയിലാണെങ്കിലോ അവിടെ ഓരോ കല്ലുകൾ, ഓരോ സുന്ദരമായ ദൃശ്യം. ഞാനങ്ങനെ ആ കല്ലുമ്മ കൂടി ഇങ്ങനെ നീങ്ങുകയാണ്. അവിടെ ഓരോ പാറ അതിൻ്റെ മുകളിലേക്ക് കയറി അങ്ങനെ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഓരോ പോസുകൾ ഞങ്ങൾ കണ്ടെത്തുകയാണ്. മാത്രമല്ല ആ വെള്ളം ഒഴുകുന്ന രംഗം അത് വല്ലാത്തൊരു സംഭവമാണ്. ഞങ്ങൾ ആ വെള്ളത്തിലേക്ക് കുറെ കയ്യൊക്കെ ഇട്ടു. പക്ഷെ തണുത്തിട്ട് കൈയുണ്ടല്ലോ. അങ്ങനത്തെ ഒരു തണുപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു തണുപ്പ് അനുഭവിക്കുന്നത്. പ്രമോദ് മാഷ് അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ കല്ലിൻ്റെ നടുവിലേക്ക് പോയി ഫോട്ടോ എടുത്തു. അങ്ങനെ ഞങ്ങൾ ആ രാവിലക്കത്തെ സമയം വളരെ നന്നായി അവിടെ വിനിയോഗിക്കാൻ പോകണം. ഞങ്ങൾ ഒരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ കൊടുത്തു. അങ്ങനെയാണ് പ്രമോദ് മാഷ് നടുക്ക് വരണമെന്ന് ഒരു ആശ വന്നത്. പ്രമോദ് മാഷ് മെല്ലെ മെല്ലെ കല്ലൊക്കെ നോക്കിയിട്ട് വരാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ മാഷിനെ ഒന്നുണ്ട് ഒരു ധൈര്യം വന്നിട്ടില്ല. ഏതായാലും മാഷ് അങ്ങനെ പരിശ്രമിച്ച് നോക്കൂ. നമ്മൾ കാണാം, വീഡിയോയിൽ കാണാം. മാഷ് അങ്ങനെ പരിശ്രമിച്ച് നോക്കിയിട്ട് വഴി കണ്ടെത്തു എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കല്ലുകൾ, ഇളകാത്ത കല്ലാണ് മാഷ് നോക്കുന്നത്. അങ്ങനെ ആ ഭാഗത്ത് നോക്കുമ്പോൾ കല്ലിന് പ്രശ്നം കാണണം. മാഷ് അങ്ങനെ ഓരോ സ്ഥലങ്ങൾ നല്ല നിരീക്ഷിച്ച് അത്രയും നല്ല രീതിയിൽ പഠനം നടത്തിയിട്ടാണ് മാഷ് ആ രംഗത്തിലേക്ക് ഇറങ്ങുന്നത്. നോക്കൂ, ആ വെള്ളത്തിന്റെ തണുപ്പ് മാഷ് തൊട്ട് നോക്കിയിട്ടുണ്ട്. കാരണം വെള്ളത്തിൽ അങ്ങനെ വീണ് പോയാൽ തണുപ്പ് അറിയണമല്ലോ. അങ്ങനെ മാഷ് നോക്കിയതിന്റെ ശേഷം ഇതാ നോക്കൂ, സ്വദേശത്തിൽ കാണാം നിങ്ങൾക്ക്. അങ്ങനെ മാഷ് മെല്ലെ ആ കല്ലിലേക്ക് ചാടാനുള്ള പരിശ്രമത്തിലാണ് മാഷി. അതാ മറ്റൊരു ആ കല്ലുമ്മൽ ഒരു ബാഗാണ്, എൻ്റെ ഒരു ബാഗാണ്. യാത്രയിലുടനീളം എൻ്റെ ഒരു ചിഹ്നമായിട്ട് ഈ ബാഗിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഡൽഹിയിൽ വരെ ഈ ബാഗ് ഉണ്ടായിരുന്നു. ഈ ബാഗ് ഉംറക്ക് പോയപ്പോൾ കൊടുന്നൊരു ബാഗാണെന്ന് സാന്ദർഭികമായി പറയും. അങ്ങനെ മാഷ് പരിശ്രമത്തിനൊടുവിൽ മാഷ് ആ വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. അത് വല്ലാത്തൊരു വഴിയാണ്. അത് മഞ്ചത്തെ വജ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ മാഷ് അതിനെ കണ്ടെത്തി. മാഷ് മെല്ലെ ആ കല്ലിൽ പിടിച്ചു. എങ്കിലും മാഷിന് ചെറിയൊരു സംശയമുണ്ട്. ഇത് മാഷ് ഈ കല്ലിലേക്ക് പോകാൻ മാഷ് ചൂണ്ടിക്കാണിച്ച് പറയുന്നത് ഈ കല്ലാണ് നമ്മൾ വഴിയെന്ന് മാഷ് പറയുന്നുണ്ട്. അങ്ങനെ മാഷ് ഉറപ്പിച്ചു. മാഷ് ഇതാ ചാടി, ഇതാ മാഷ് വന്നിരിക്കുന്നു, നമ്മളോട് മാഷ് വന്നിരിക്കുന്നു, മാഷ് വിജയിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ഈ സമയത്ത് ഞാൻ ഇവിടെ എന്തായിരുന്നു, വൃക്ഷാസനം, നമ്മൾ യോഗയിൽ പഠിച്ച വൃക്ഷാസനത്തിന്റെ ഒരു സമയമാണ് ഇവിടെ. അപ്പൊ ഈ സന്ദർഭം രാവിലെയാണല്ലോ, നമ്മൾ ചെയ്തു നോക്കാം. ഈ സമയത്ത് കൈലാസത്തിന് പിറകിൽ വന്നിട്ട് കൊണ്ട് ഒന്ന് ചെയ്യാം എന്നുള്ള ഉദ്ദേശിച്ച് ഞാൻ എന്തായി, സമയം നഷ്ടപ്പെടുത്താതെ അതിന്റെ പോസ് കുറച്ചാണ് ചെയ്തു. കാരണം ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പോസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോസല്ലേ കിട്ടുള്ളൂ. ഈ പോസ് കാശ്മീരിലെ പെഹൽഗാം പോസായിട്ട് മാറ്റി. മാത്രം ഞാൻ എന്താക്കി, ഒരു ചാടിയത് വീടിൽ അറിയാതെ പെട്ടുപോയി. പരമാവധി നമ്മൾ ഇത് ഒഴിവാക്കാൻ ശ്രമിക്കും, പക്ഷെ അതിൽ പെട്ടുപോയി. എങ്കിലും ഞാൻ അവിടെ കണ്ടൊരു കല്ലിലേക്ക് കയറിയിട്ട് ചെറിയൊരു പത്മാസനത്തിലൊക്കെ ഇരുന്ന് ഒരു മെഡിറ്റേഷൻ, രാവിലെ ഒരു ധ്യാനം ചെയ്യാൻ പരിശ്രമിച്ചു. അങ്ങനെ ചെറുതായിട്ടും ചെയ്ത ധ്യാനം ചെയ്യലല്ല, അത് ഒരു ഫോട്ടോന്റെ ഒരു ധ്യാനമാണ്. അങ്ങനെ അത് ചെയ്തു. എൻ്റെ ഡ്രസ്സൊക്കെ കറുത്ത നിറത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ധ്യാനമൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി കുറേ സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതൊരു അങ്ങനെയൊക്കെയാണ് നമ്മൾ ശരിക്കും അരുവി. ഇതൊക്കെ സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എൻജോയ്മെന്റ് അങ്ങേ തലയാണ്. അതിൽ നമ്മൾ ആരും ചെയ്യാത്ത സംഗതികൾ അപ്പം ചെയ്യാൻ നമുക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണ്. ഷിഹാബ് മാഷ് അവിടെ രംഗത്തുണ്ട്. ഷിഹാബ് മാഷ്, പ്രമോദ് മാഷ് ഇവിടെ മുന്നിലുണ്ട്. അങ്ങനെ അവരൊക്കെ പാടുന്ന ഞങ്ങൾ രണ്ടുപേരും നല്ലൊരു പോസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പോസ്. അത് ഈ പോസ് പ്രത്യേക രീതിയിൽ പോസ്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടാണ് ഷിഹാബ് മാഷ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്.
പിന്നെ അങ്ങനെ ആ പോസ്റ്റ് നല്ലൊരു പോസ്റ്റ് ചെയ്തു. ഇത് അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഈ റൂം വളരെ നല്ല റൂമാണ്. റബീഹ് ഉസ്താദാണ് ചെയ്തത്. നല്ല റൂമാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. ഈ റൂം വളരെ സുന്ദരമായ റൂമായിരുന്നു. അതിന് ചുറ്റുപാടും നല്ല ഭംഗിയുള്ള ഒരു പുൽമേടും ഒക്കെ ഉള്ള നല്ലൊരു റൂമായിരുന്നു അദ്ദേഹം സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ റൂം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വീണ്ടും വന്നു. ഇനി ഞങ്ങൾ പോകാൻ ചന്ദൻവാരി എന്ന് പറയുന്ന മഞ്ഞ് മൂടിയ ഒരു കൊടുമുടിയിലേക്കാണ്. ചന്ദൻവാരി ബെയ്ത്തൻവാരി 2 സ്ഥലങ്ങളാണ് പോകാനുള്ളത്. ചന്ദൻവാരിയിലേക്കുള്ള യാത്രയാണ് ഈ ഒരു വീഡിയോയിൽ പകർത്തുന്നത്. ബെയ്ത്തൻവാരി വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിശ്രമത്തിലാണ്. മലയാളീസുകാരായ കുറച്ച് ആളുകൾ കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അവിടുന്ന് കണ്ട ഈ റൂമിൽ താഴെയുള്ള റൂമിൽ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി 5 കൂട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഏതായാലും ഓരോ ദിവസം ഓരോ കൂട്ടുണ്ടല്ലോ. അങ്ങനെ ആ കൂട്ട് ബാഗ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ബാഗ് എപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയും ബാഗിന്റെ കാര്യങ്ങൾ. അങ്ങനെ ആട്ടിൻ കൂട്ടം പക്രവാലകളുടെ ഏരിയ ആണുള്ളത്. ആട്ടിന്റെ കൂട്ടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര പോകും. കാറിൽ നിന്ന് ഇങ്ങനെ ഒരു ദൃശ്യമാണ്. ഞങ്ങൾ മലയാളികളും ഒക്കെ ഞങ്ങളെ വണ്ടിയിലുണ്ട്. ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ കാണുന്ന ഫുൾ മലകളും ആ മലയാളീസായ ആളുകൾ ഇതിൽ കാണാം. നിങ്ങൾക്ക് അവരൊക്കെ മലയാളീസുകളുടെ മുഖങ്ങളും കണ്ടാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഈ യാത്ര നല്ല സുന്ദരമായ യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങളും ഏത് മരങ്ങളാണെന്ന് പറയാൻ പറ്റൂ. ഇത് കാശ്മീരിലുള്ള മരങ്ങളാണ്. ഈ മരങ്ങൾ ഇവിടുത്തെ വീടുകളൊക്കെ കെട്ടിടങ്ങളൊക്കെ മരങ്ങളാട്ടാണ്. പൊതുവെ സിമന്റ് കുറവാണെന്ന് എൻ്റെ അഭിപ്രായം. ഈ സ്വിറ്റ്സർലാൻഡിലൊക്കെ യൂറോപ്യൻ രീതി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വളരെ സുന്ദരമായ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. വല്ലാത്ത മഞ്ഞ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ടാണ് ഇത്ര കാണുന്നത്. ഈ മഞ്ഞ് കണ്ടതോടുകൂടി ഞങ്ങളെ നിയന്ത്രണം വിട്ടുവിട്ട കാരണം ഇറങ്ങി എൻജോയ് ചെയ്യാന്നുള്ള സംഭവമാണ് അപ്പോൾ വന്നത്. കാരണം ഇങ്ങനത്തെ മഞ്ഞ് ഇവിടെ നമ്മളെ കേരളത്തിൽ ഓടിയില്ല. പൈസ കൊടുത്തുകൊണ്ട് പിന്നെ 500 രൂപ കൊടുത്തുകൊണ്ട് കോഴിക്കോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതും അതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ഞ് കയ്യിലെടുത്തു. അതെന്റെ രസം. മഞ്ഞ് കൊണ്ട് ഏറ് തുടങ്ങി. മഞ്ഞ് കഴിക്കരുത് എന്ന് നമ്മൾ റബീസ്ത പറഞ്ഞിരുന്നു. മഞ്ഞ് കഴിച്ചാൽ പ്രശ്നമാവുന്നുള്ളു. മഞ്ഞ് കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ മനസ്സിലായില്ലേ? അതിൽ മഞ്ഞ് വിഴുങ്ങായിരിക്കും. അങ്ങനെ പക്ഷെ മഞ്ഞ് കഴിക്കാൻ തോന്നി. ഈ ഐസ്ക്രീമിന്റെ കളറിൽ മഞ്ഞ്. ഏതായാലും ഈ മഞ്ഞത്ത് ഇറങ്ങി തണുപ്പുണ്ട്. പക്ഷേ ഈ മഞ്ഞിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞ് കാലിനുള്ളിക്കാകുമ്പോൾ കാലിനുള്ളിക്കായ കാല് മരവിച്ച കാലായി കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ കഴിയാതെ വരും. മാത്രമല്ല പട്ടാൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ മഞ്ഞ്. കാല് മരവിച്ചാൽ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ അവരുണ്ടായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അപ്പം ഈ നല്ല ഷൂ തന്നെ ധരിക്കണം. അവിടെ വാടക കിട്ടും. ആ വാടക ഷൂ ആകാംക്ഷ കണ്ടില്ല. മഞ്ഞ് തട്ടി കളിക്കുന്നു. നമ്മൾ ഇതുവരെ ഉള്ളത് എൻജോയ്മെന്റിന്റെ അങ്ങേ തലയിലാണ് ഇവിടെ ഉള്ളത്. തട്ടി കളിക്കണം. അദ്ദേഹം കണ്ടില്ല. അദ്ദേഹം മുകളിലത്ത് മഴ പോലെ വർഷിക്കാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട അദ്ദേഹം സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ അറിയാതെ വരും. ഈ ചാട്ടും കാര്യങ്ങളൊക്കെ അറിയാതെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ മഞ്ഞിന്റെ ലോകത്ത് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന സന്തോഷത്തിൽ ഞാൻ വീഡിയോ ചില വോയിസ് ഒക്കെ ഇവിടെ അയച്ചിട്ടുണ്ട്. ആ പറയുന്നത് ഈ സംഗതി തന്നെയാണ്. മഞ്ഞിന്റെ ലോകത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എത്തിയ സ്ഥലത്തിനോടും ഇതിന്റെ ആരെയൊക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ ചില വോയിസ് ഒക്കെ അയക്കുകയാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ മഞ്ഞിൽ കളിക്കുന്ന ഈ സന്ദർഭം ഇതാണ് ചന്ദൻവാരി എന്ന് പറഞ്ഞ സ്ഥലം. ചന്ദൻവാരി മഞ്ഞ് എല്ലാ കാലത്തും മഞ്ഞ്. ഇത് ശരിക്കും മഞ്ഞിന്റെ സമയമല്ല എങ്കിൽ കൂടി മഞ്ഞുള്ള മലയാണിത്. ഇതിന്റെ താഴെ കൂടി ഒരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. മഞ്ഞിന്റെ അരുവിയാണ്. ഇതിലുള്ള വെള്ളമൊക്കെ അത്രയും കടും തണുപ്പാണ്. ഇവിടെ നമ്മൾ ചെരുപ്പിടാതെ അല്ലെങ്കിൽ ചെരുപ്പിട്ടുകാണ്ടോ അല്ലെങ്കിൽ ഷൂ ഉള്ളിക്ക് തോന്നുന്ന ഷൂ ഒക്കെ എടുത്ത് ഇറക്കി കഴിഞ്ഞാൽ ശരീരത്തിന് പ്രശ്നമാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ആളുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കൂ. അങ്ങനെ ദൃശ്യങ്ങൾ ഞങ്ങൾ മഞ്ഞിന്റെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഈ മഞ്ഞ് മൂടിയ പർവ്വതം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി കാശ്മീർക്ക് വരാൻ കഴിയുമോ എന്നുള്ള ഉറപ്പില്ലല്ലോ. അങ്ങനെ ഫോട്ടോസ് ഞങ്ങൾ കുറേ സമയം അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറൊന്നുമല്ല. അങ്ങനെ ഏകദേശം അത്രയും സമയം ഞങ്ങളോട് ചെലവഴിച്ചു. അങ്ങനെ മഞ്ഞിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീഞ്ഞ് വരുന്നതാണ്. ശിവമാഷാണ് ആ പോകുന്നത്. അദ്ദേഹം കീഞ്ഞ് താഴേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഈ കാര്യത്തേക്ക് ഭയങ്കര ധൈര്യമുള്ള ആളാണ്. ഇതിൽ ധൈര്യക്കുറവുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം താഴത്തേക്ക് വന്നു. അടുത്തതായിട്ട് ഇനി ആരോ പോരാളുള്ളത് എന്നുള്ളത് ഞങ്ങൾ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രമോദ് മാഷായിരിക്കാനോ സാധ്യത. കാരണം ഞാനാണ് ഇതിൽ ഏറ്റവും അവസാനം വന്ന ഒരാളെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൂട്ടൽ. അങ്ങനെ അദ്ദേഹം വന്നു. അതിനുശേഷം അടുത്ത ആളുകൾ ഇങ്ങനെ ഈ ആൾക്കാർ ഈ ചന്തിട്ട് ഇറങ്ങിയതുപോലെ ഈ സ്ഥലങ്ങൾ മൊത്തം എന്തായിട്ടുണ്ട്, ഒരു വര വന്നു പോയിട്ടുണ്ട്. ഈ ഇറങ്ങിയ ആ സ്ഥലമാണിത്. അങ്ങനെ ഇതിവിടെ മാത്രമല്ല, ഒരു സ്കേറ്റിംഗ് ബോർഡ് കൊണ്ട് കുറെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണ് നടക്കാൻ കാരണം? ഓർക്ക് 100 രൂപയാണ് ഒരു മോളിൽ നിന്ന് താഴത്ത് ഇറക്കി കൊടുത്താൽ. അങ്ങനെയുള്ള ഈ കാശ്മീരിന്റെ ടൂറിസം മേഖലയിൽ കടന്നു വന്നിട്ടുള്ള നാടൻ ആളുകളുടെ അവരുടെ നാട്ടുകാരുടെ ഒരു ശൈലിയാണിത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. മഞ്ഞ് എടുക്കുന്നതും മഞ്ഞ് കഴിച്ചിട്ടില്ല. പക്ഷെ മഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ റബീസ്ത മുമ്പേ പറഞ്ഞത് മഞ്ഞ് കഴിച്ച കുടുംബ മക്കളെന്ന് പറഞ്ഞതുകൊണ്ട് ആ വാക്കുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മഞ്ഞ് കഴിക്കാത്തത്. പക്ഷെ മഞ്ഞ് കൊണ്ട് ഞങ്ങൾ വേറെ പലതും നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സ്ഥലം ചന്ദൻവാരി എന്ന് പറയുന്ന സ്ഥലം
ഞങ്ങൾ അത്രയും നന്നായിട്ട് തന്നെ അതിനെ നന്നായി സ്പെൻഡ് ചെയ്തു, നന്നായി അവിടെ എൻജോയ് ചെയ്തു, നന്നായി അവിടെ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ശരിക്കും ഞങ്ങൾ മഞ്ഞ് എന്താന്നുള്ളത് മനസ്സിലാക്കിയത് ഇവിടെ നിന്നാണ്. അങ്ങനെ ഈ അത്രയും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ആരാണ് ചെയ്യുന്നത് എന്നുള്ള സംഗതിയാണല്ലോ വരാനുള്ളത്. അതിലിപ്പോ ഇനി ആരാന്നുള്ള നമ്മൾ വീഡിയോയിൽ കണ്ട് തന്നെ കാണണം. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഇനിയും വരാത്തവരുണ്ടോ എന്നറിയില്ല. ചില ആളുകളൊക്കെ അത് ശരിക്കും നമ്മളെ കാല് ഇതിലിങ്ങനെ പൂണ്ടുപോകും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ആളാണ് വരുന്നത്. അത് പ്രമോദ് മാഷാണ് കാണാൻ സാധ്യത. അല്ല, ഇത് ഞാനാണല്ലേ, ഞാനാണ് വരുന്നത്. പ്രമോദ് മാഷിൻ്റെത് എവിടെ എന്നറിയില്ല. പ്രമോദ് മാഷ് രണ്ടാമതായിട്ട് വന്നത് പ്രമോദ് മാഷായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിക്കുകയാണ്. ഞാനൊരു ജ്യൂസാണ് കുടിച്ചത്, അവർ രണ്ടുപേരും ചായ കുടിച്ചു. ഈ ചായയുടെ ഒരു സുന്ദരമായ ദൃശ്യമാണ് കാണുന്നത്. അവിടുത്തെ ചായ കച്ചവടം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല കച്ചവടമാണ്. അത്ര നല്ല ആ ചായ എല്ലാവരും കുടിക്കുകയും ചെയ്യും, അത്രയും തണുപ്പാണല്ലോ. അങ്ങനെ ആ സ്ഥലങ്ങളിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ഈ ചുണ്ടിൽ തേക്കാനുള്ള ബാം അദ്ദേഹം വാങ്ങിയിട്ട് തേക്കുന്നത്. ഇത് നിർബന്ധമായി ചെയ്യേണ്ട സംഗതിയാണ്, കാരണം ചുണ്ട് പെട്ടെന്ന് പൊട്ടുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഈ 8-ാം തീയതി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അതായത് ചന്ദനവാരി കഴിഞ്ഞ് ബേത്തൻവാരിയിലേക്കാണ്. അത് മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു.